Hi guys, welcome back to theatomicliterature. So today in this episode we are going to discuss a very famous poem written by the Indian writer Kashiprasad Ghose, and the poem is named To a Dead Crow. So in this part we will be dealing on with the summary and the critical analysis of the poem. And before moving on to the poem in detail, we will have a quick insight about the poet Kashiprasad Ghose. So Kashiprasad Ghose was a Bengali poet and the editor of an English language journal. അതായത് കൽക്കട്ടയിൽ പബ്ലിഷ് ചെയ്തിരുന്ന ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ജേർണലിൻ്റെ ഒരു എഡിറ്ററും അതോടൊപ്പം തന്നെ ബംഗാളി പോയറ്റുമായിരുന്നു ഈ ഒരു കാശിപ്രസാദ് ഘോഷ് എന്ന് പറഞ്ഞ ഒരു റൈറ്റർ. അദ്ദേഹം ഇംഗ്ലീഷ് ലാംഗ്വേജിനോട് വളരെയേറെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ഇറ്റ് വാസ് സിൻസ് ഡ്യൂറിങ് ഹിസ് കോളേജ് ഡേയ്സ്. അദ്ദേഹം ഹിന്ദു കോളേജിലായിരുന്നു പഠിച്ചതും. അപ്പോൾ ആ സമയം തൊട്ടേ പുള്ളിക്ക് ഒരു ലാംഗ്വേജിനോടുള്ള ഒരു അഫെക്ഷനും ഒക്കെ അദ്ദേഹത്തിന് അന്നേ ഉണ്ടായിരുന്നു. And he was enchanted with the English poetry and offered literary criticism on various English texts. So basically പുള്ളി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇംഗ്ലീഷ് പോയട്രിയിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നമുക്കറിയാം ഒരുപാട് റൈറ്റേഴ്സ് ഈ കവിതകളിൽ ഒരുപാട് ഇൻസ്പയർഡ് ആവുന്നവരുണ്ട്. അതിലൊരാളാണ് നമ്മുടെ ഈ ഒരു പോയറ്റ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഒരുപാട് ഇംഗ്ലീഷ് ടെക്സ്റ്റിന് വേണ്ടി ലിറ്റററി ക്രിറ്റിസിംസ്, അതായത് ക്രിട്ടിക്കൽ വർക്ക്സ് എഴുതിയിട്ടുണ്ട് ഫോർ സെവറൽ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്സ്. And his writings were published in prestigious columns and soon attracted the likes of many scholars and the leaders of the Calcutta Conservative Hindu Society. And his penchant for the English language held a strong control over his medium of expressing his belief. അതാണ് നമുക്കറിയാം കുറേ റൈറ്റേഴ്സ് ഒക്കെ എഴുതുന്നത് അവരുടെ ബിലീഫ്സിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മീഡിയം ആയിട്ടാണ് അവർ റൈറ്റിങ്സിനെ കാണുന്നത്. ആൻഡ് ദിസ് റൈറ്റർ, again this Kashiprasad Ghose, is also someone who is very similar to that activity. And he wrote an essay on Mr. Mill's History of India, which received accolades from various quarters. So, അദ്ദേഹത്തിന് മിസ്റ്റർ മിൽസ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ബുക്ക് ഒരുപാട് കൈൻഡ് ഓഫ് മീൻസ് ഇറ്റ് വാസ് എ ക്രിട്ടിക്കലി അക്ലെയിംഡ് വർക്ക് എന്നാണ് പറയുന്നത്. ആൻഡ് സൂൺ ആഫ്റ്റർ ഹി പബ്ലിഷ്ഡ് എ വോളിയൂം ഓഫ് പോംസ് നോൺ ആസ് ദ ഷെയർ വിച്ച് റീച്ച്ഡ് ലോർഡ് വില്യം ബെൻറ്റിക്, ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. അതായത് അതിനുശേഷം അദ്ദേഹം ഒരു വോളിയൂം ഓഫ് അല്ല ഒരു കളക്ഷൻ ഓഫ് പോംസ് എഴുതി. ഇറ്റ് വാസ് നെയിംഡ് ദ ഷെയർ. അത് നമ്മുടെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ ആ ഒരു അത്രയും റീച്ച് അതിന് കിട്ടിയെന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഹിസ് പോം ദ ഹിന്ദു ഫെസ്റ്റിവൽ പ്രൈമർലി റിവോൾവ് അറൌണ്ട് ദ മിറിയേഡ് ഫെസ്റ്റിവിറ്റീസ് ഓഫ് ബംഗാൾ. അദ്ദേഹത്തിൻ്റെ പോമായിരുന്നു ദ ഹിന്ദു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അതിൻ്റെ ബേസിക്കലി ആ ഒരു വർക്കിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ ഒരു പോയത്തിൻ്റെ അകത്ത് പറഞ്ഞിരുന്നത് നമുക്കറിയാം ഓരോ കൾച്ചേഴ്സിനും അവരുടേതായിട്ടുള്ള സെലിബ്രേഷൻസ് ഉണ്ട്, ഫെസ്റ്റിവൽസ് ഉണ്ട്. There are a lot of activities that is revolving around a particular culture. അപ്പോൾ സെയിം വേ ആസ് I've already mentioned, he is a Bengali poet. അദ്ദേഹം എഴുതിയിരുന്ന അദ്ദേഹത്തിന് ഈ ഒരു ഹിന്ദു ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ പോയറ്റിനകത്ത് ബേസിക്കലി ഈ ഒരു ബംഗാളി ഫെസ്റ്റിവൽസിനെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. And Kashiprasad Ghose's books on Bengal poetry and on Bengal works and writers were an attempt to critique Bengal poetry and the contemporary poets. അതിനുശേഷം I have told you, right, അദ്ദേഹം ഒരുപാട് ലിറ്റററി ക്രിറ്റിസിസംസ് എഴുതുമായിരുന്നു. അപ്പോൾ അതിലൊന്നായിരുന്നു ബംഗാൾ പോയട്രിയെക്കുറിച്ചും അതിൽ അവിടുത്തെ കണ്ടംപററി റൈറ്റേഴ്സിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഒരു ക്രിട്ടിക്കൽ വർക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. And the memory of Indian dynasties is another significant text which unearthed the history of various Indian kings. അതായത് മെമ്മറി ഓഫ് ഇന്ത്യൻ ഡൈനാസ്റ്റീസ് എന്ന് മറ്റൊരു ഫേമസ് വർക്കാണ്. അതിലാണ് ഒരുപാട് ഇന്ത്യൻ കിങ്സിനെ കുറിച്ച് അദ്ദേഹം അവരുടെ ഹിസ്റ്ററീസ്, ആ ഒരു ഹിസ്റ്ററി ഓഫ് വേരിയസ് ഇന്ത്യൻ കിങ്സിനെ കുറിച്ചായിരുന്നു ആ ഒരു വർക്ക് ബേസിക്കലി റിവോൾവ് ചെയ്തിരുന്നത്. ആൻഡ് നൗ വി വിൽ മൂവ് ഓൺ ടു ദ പോം ഇൻ ഡീറ്റെയിൽ. സോ ടു എ ഡെഡ് ക്രോ, നമുക്കറിയാം ഒരു ടൈറ്റിൽ ഇറ്റ് സെൽഫ് ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ്. ആൻഡ് ടൈറ്റിലകത്ത് നമുക്ക് മനസ്സിലാവും അറ്റ്ലീസ്റ്റ് വി വിൽ ഗെറ്റ് എ ഗ്ലിംസ് ഓഫ് വാട്ട് ദിസ് പോം ഇസ് ഗോയിങ് ടു ഡീൽ വിത്ത്. അതിൻ്റെ അത് ബേസിക്കലി പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് അബൌട്ട് എ ഡെഡ് ക്രോ. മേ ബി നമുക്കത് ത്രൂ ദ റെസ്റ്റ് നമുക്ക് പോകുന്ന വഴി നമുക്കറിയാം എന്താണ് ഈ ഒരു ക്രോയുടെ സിഗ്നിഫിക്കൻസ് ഈ പോയറ്റിൽ. ഓക്കെ, സോ ടു എ ഡെഡ് ക്രോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസിക്കലി എ പോം വിച്ച് ഇസ് റിട്ടേൺ ഓൺ ദ തീം ഓഫ് ലവ് ആൻഡ് ഡെത്ത്. ലവിനും അല്ലെങ്കിൽ മരണത്തിനും ആ ഒരു സ്നേഹം അതിലെല്ലാം റിവോൾവ് ചെയ്തിരിക്കുന്ന ആ ഒരു തീമിനെ ഇറ്റ്സ് വെരി ലൈക്ക് എല്ലാം നമുക്കറിയാം ലവ് ആൻഡ് ഡെത്ത് അതൊക്കെ വളരെ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, യൂണിവേഴ്സൽ ഇമോഷൻസ് ആണ് ഈ പറഞ്ഞ ലവ് എന്നൊക്കെ പറയുന്നത്, ലവ്, പെയിൻ ആൻഡ് ഓൾ. അപ്പം ദിസ് ഇസ് സച്ച് എ പോയം. ഭയങ്കര അങ്ങനത്തെ ഒരു ഇമോഷനെ ഡീൽ ചെയ്ത് ആ ഒരു ഇമോഷൻ ഡെൽറ്റ് ചെയ്ത് എഴുതിയേക്കുന്ന ഒരു പോയമാണ് ദിസ് ടു എ ഡെഡ് ക്രോ പോം. ആൻഡ് ദ പോയം ഈസ് എലിജിക് ആസ് വെൽ ആസ് പാത്തറ്റിക് ആൻഡ് അറ്റ് ദ സെയിം ടൈം മെഡിറ്റേറ്റീവ്. എലിജിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം what do you mean by elegy? നമുക്ക് മരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എഴുതുന്ന ഒരു ട്രിബ്യൂട്ടാണ്. ഇറ്റ് ഇസ് എ ലാമെന്റിങ് ഫോർ ദ ഡെത്ത്.
അതാണ് എലിജി. പിന്നെ പത്തറ്റിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ നമുക്കൊരു അങ്ങനത്തെ ഒരു സങ്കടം, ആ ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ലൈക്ക് അഗനി അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് കണക്ഷൻ ഈ പത്തറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഇസ് എ മെഡിറ്റേറ്റീവ് പോയം. മേ ബി ബിക്കോസ് ഓഫ് ദ റൈമിങ് എന്തെങ്കിലും അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും ഇറ്റ് ഇസ് എ മെഡിറ്റേറ്റീവ് ഓർ എ സൂത്തിങ് പോയം. അങ്ങനെ നമുക്ക് ഈ ഒരു പോയത്തിനെ പറയാൻ സാധിക്കും. And like other poems of the poet, this piece of poetry is also written in simple diction. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാവും ബേസിക്കലി ഈ ഒരു പോയറ്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എല്ലാ വർക്കുകളും എഴുതുന്നതിൻ്റെ അകത്തെ ഇറ്റ് വാസ് ഹാവിങ് എ സിമ്പിൾ ഡിക്ഷൻ. സിമ്പിൾ ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻസ് എല്ലാ വാക്കുകളും വളരെ ഒരുപാട് ജാർഗൻസും അങ്ങനത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ലാംഗ്വേജിലാണ് ഈ ഒരു പോയം എഴുതിയേക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് എ സ്റ്റൈൽ ഓഫ് ഹിസ് റൈറ്റിംഗ്. ഹൂസ് ദിസ് പോയറ്റ്? Kashiprasad Ghose. And the poem consists of 4 stanzas, and each stanza bears independent thought and feelings pertaining to a dead crow. അപ്പോൾ ഈ ഒരു പോയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ 4 സ്റ്റാൻസ്, 4 സ്റ്റാൻസ് ഉണ്ട്. അതിൽ എല്ലാ സ്റ്റാൻസിലും നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറയുന്ന ഒരു മെയിൻ ഇമേജ് ആണ് ഇസ് ദാറ്റ് ഓഫ് ദി ക്രോ. ഓക്കെ, ക്ലിയർ? നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസ ലൈക്ക് വി വിൽ മൂവ് ഓൺ ടു ദ സ്റ്റാൻസ വൈസ് എക്സ്പ്ലനേഷൻ ഓഫ് ദി പെർട്ടിക്കുലർ പോം. സോ ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദ പോയിറ്റ് ഒരു ക്രോയെ കുറിച്ചിട്ടാണ്, അതായത് ജീവനുള്ള ഒരു ക്രോയെ കുറിച്ചാണ് ഈ ഒരു പോയിറ്റ് ഇവിടെ ഫസ്റ്റ് സ്റ്റാൻസിൽ മെൻഷൻ ചെയ്യുന്നത്. ആ ഒരു ക്രോയിനെ പോയിറ്റ് അഡ്രസ് ചെയ്യുന്നത് ഗേ മിൻസ്ട്രൽ ഓഫ് ദി ഇന്ത്യൻ ക്ലൈം എന്നാണ് പറയുന്നത്. അതായത് ചിയർഫുൾ സിംഗിങ് ബേർഡ് ഓഫ് ഇന്ത്യ എന്നുള്ളൊരു ടാഗിലാണ് നമ്മുടെ ഫസ്റ്റ് ലൈനിൽ തന്നെ നമ്മുടെ ഈ ഒരു പോയിറ്റ് ഈ ഒരു ലിവിങ് ക്രോയെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. ദാറ്റ് ദ ക്രോ ഈസ് എലൈവ്. ഓക്കെ, ആൻഡ് ഇറ്റ് കെയിം ഔട്ട് ഫ്രം ഇറ്റ്സ് നെസ്റ്റ് എവറി മോർണിംഗ്. നമുക്കറിയാം how a crow, like what are the activities of a crow, or how a crow is living his or her life. എങ്ങനെയാണ് ഡെയിലി വരുന്നു, കാക്ക കാക്ക പാടി എല്ലാവരും ഇങ്ങനെ നടക്കുന്നു, ആൻഡ് നമ്മുടെ ഫുഡ് വേസ്റ്റ് കഴിക്കുന്നു. ദാറ്റ് ഈസ് ദ റുട്ടീൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ബേർഡ്. ഓക്കെ, ദ സെയിം വേ ദിസ് പോയിറ്റ് ഈസ് ഓൾസോ മെൻഷനിങ് ദാറ്റ്. അതായത് എല്ലാ ദിവസവും രാവിലെ എൻ്റെ നെസ്റ്റിൽ നിന്ന് വന്നിട്ട് that it sing ka ka in numbers which vex the mind of poet. കാരണം ഈ പോയിറ്റ് പറയാണ് ഈ രാവിലെ ഈ കാ കാ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും പുള്ളി നമ്മുടെ പോയിറ്റ്സിന് ഭയങ്കര ഇറിറ്റേഷനും ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ടാക്കും. ആൻഡ് അവോക്ക് ഹിം ഫ്രം ഹിസ് സ്ലീപ്പ്. അതായത് ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്ന അത്രയും നമുക്കറിയാം നമ്മളൊരു ഉറങ്ങിക്കൊണ്ടിരിക്കാൻ നമ്മൾ ഇങ്ങനത്തെ അൺനെസസറി ഡിസ്റ്റർബൻസസ് എന്ന് ഉണർത്തുമ്പോൾ ഹൗ ഇറിറ്റേറ്റഡ് വി ആർ. അതാണ് ഈ ഒരു പോയിറ്റും ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. വൈൽ ദ ക്രോ വാസ് എലൈവ്, അതിൻ്റെ ഈ ഒരു ഡെയിലി ആക്ടിവിറ്റി ആയിട്ടുള്ള മേ ബി ദാറ്റ് വാസ് എ ഫൺ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ബേർഡ്. ഫൺ അല്ല, ദാറ്റ് ഈസ് ഇറ്റ്സ് ലൈഫ് സ്റ്റൈൽ. ഓക്കെ, അപ്പം അങ്ങനെ അത് കാ എന്ന് പറയുമ്പോഴത്തേക്കും ദിസ് പോയിറ്റ് വാസ് സോ ഫ്രസ്ട്രേറ്റഡ് ആൻഡ് സോ ഇറിറ്റേറ്റഡ് ടു ദാറ്റ് ബേർഡ്. ആൻഡ് ദ പോയിറ്റ് ഹേറ്റഡ് ദി സൗണ്ട് ഓഫ് ദി ക്രോ. അങ്ങനെ പോയിറ്റ് പറയാണ് അദ്ദേഹം ഒരുപാട് ഈ ഒരു ക്രോയെ വെറുത്തിട്ടുണ്ട്, അതിൻ്റെ ശബ്ദത്തിനെ വെറുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ശബ്ദത്തിന് മാറി നിൽക്കാൻ പുള്ളി എന്ത് ചെയ്യും? അദ്ദേഹത്തിന് ഗാർഡനിലൊക്കെ നടക്കാനൊക്കെ പോകും. ആൻഡ് ദർ വാസ് എ ടാങ്ക് ഓൺ ദി സ്പേഷ്യസ് പീസ് ഓഫ് ലാൻഡ്. ആ ടാങ്കിന് പുറകിൽ വളരെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട്. ലില്ലീസ് ആയിക്കോട്ടെ, ജാസ്മിൻസ് ആയിക്കോട്ടെ, റോസസ് ആയിക്കോട്ടെ, ആൻഡ് ദർ വാസ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫ്ലവേഴ്സ്. ഓക്കെ, so that's itself, the image of that particular thing itself brings a kind of a positive tone to all our minds, right? നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ണിനൊക്കെ ഒരു സുഖം തോന്നുന്നു അല്ലേ? ആ ഒരു ബ്ലൂമിങ് ആയിട്ടുള്ള ഫ്ലവേഴ്സ്, അതും ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫ്ലവേഴ്സ്. ഓക്കെ, that is what is mentioned here. And in the garden there were many trees and thick foliage of trees. അതായത് ആ ഒരു ഗാർഡനിൽ ഒരുപാട് കൈൻഡ്സ് ഓഫ് ട്രീസ് ഉണ്ടായിരുന്നു. ഈ ഒരു ട്രീസിൻ്റെ ഫോളിയേജ്, ഈ ട്രീസിൻ്റെ ഫോളിയേജിൻ്റെ ഇടയിലായിരുന്നു നമ്മുടെ ക്രോ എന്ത് ചെയ്യുന്നത്? അതിൻ്റെ നെസ്റ്റ് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് there the crow took a rest after daily labor. ഡെയിലി ലേബർ എന്ന് പറയുന്നത് എന്താണ്? കാ ദാറ്റ് സൗണ്ട് ഇസ് ഹിസ് ഡെയിലി ലേബർ. അങ്ങനെ ചെയ്ത് ഇങ്ങനെ നടക്കുന്നതാണ് അതിൻ്റെ ഒരു ഡെയിലി ആക്ടിവിറ്റി. സോ അതിനുശേഷം റെസ്റ്റ് ടൈം ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഈ ഒരു ക്രോ എവിടെ വരും? ഈ ഒരു തിക്ക് ഫോളിയേജ് ഓഫ് ട്രീസിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയ നെസ്റ്റിൻ്റെ ഇടയിലാണ് അത് വന്നിരിക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്സ് ഹോം. ബട്ട് സഡൻലി വൺ ഡേ ദ ക്രോ ഡൈഡ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസിൽ തന്നെ പറയുന്നുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ ക്രോയെ കുറിച്ചാണ് ഇവിടെ നമ്മുടെ പോയിട്ട് പറയുന്നത്. ഇറ്റ് മേ ബി ലൈക്ക് സിംബലൈസിങ് ഫോർ ലൈക്ക് എല്ലാ ക്രോസിനെയും സിംബലൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ നമ്മുടെ പോയിട്ട് ഈ ഫസ്റ്റ് സ്റ്റാൻസിൽ പറയുന്ന ഈ ഒരു ക്രോ മരിക്കുന്നു എന്നാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസിൽ തന്നെ അറിയുന്നത്. ദാറ്റ് വൺ ഡേ ദിസ് ക്രോ ഹാസ് ഡൈഡ്. ആൻഡ് ദ സെക്കൻഡ് സ്റ്റാൻസ ദ പോയറ്റ് സീസ് അബൌട്ട് വാട്ട് ദ ക്രോ ഡിഡ് ഡ്യൂറിങ് ദ ഡേയ്സ് ഇറ്റ് വാസ് ലിവിങ്. സോ ഫസ്റ്റ് സ്റ്റാൻസിൽ നമ്മൾ ഈ ഒരു ക്രോയെ കുറിച്ച് അറിയുന്നു, അതിൻ്റെ മരണത്തെക്കുറിച്ച് അറിയുന്നു. സെക്കൻഡ് സ്റ്റാൻസിൽ ആ ഒരു ക്രോ ജീവിച്ചിരുന്ന കാലത്ത് അത് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആയിരുന്നു ചെയ്തിരുന്നത്.
അപ്പോൾ ഈ പോയറ്റ് എപ്പോഴും പറയുന്നത് ഈ ഡെഡ് ക്രോ പുള്ളിയുടെ പാസ്റ്റിൽ എപ്പോഴും വരുമായിരുന്നു, ഈ നമ്മുടെ ഈ പോയറ്റിൻ്റെ പാസ്റ്റിൽ വൈൽ ഇറ്റ് വാസ് ലിവിങ്. അതായത് നമ്മൾ പറയത്തില്ല ഈ നമ്മുടെ ആളുകളിലേക്ക് ഫുഡിൻ്റെ ബാക്കി കഴിക്കാനൊക്കെ ഈ ക്രോസ് വരുവാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പോയറ്റിൻ്റെ മീൽസിൻ്റെ ബാക്കി ഓഫൽസ് കഴിക്കാനുണ്ട്. ഓഫൽസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഒക്കെ വേസ്റ്റ് എന്നൊക്കെ ഉള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിക്കാനായിട്ട് ആര് വരുമായിരുന്നു, ഈ ഒരു ഡെഡ് ക്രോ ഇടയ്ക്കിടയ്ക്ക് ഈ പോയറ്റിൻ്റെ അടുത്ത് വരുമായിരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ടുക്ക് ഫുഡ് ഫ്രം ദി റബ്ബിഷ് ബട്ട് നൗ ഇറ്റ് ഇസ് നോമർ. അതായത് എന്താണ്, ഇതെല്ലായിടത്തുനിന്നും പോയി ഫുഡൊക്കെ എടുക്കുക എന്നിട്ട് പക്ഷെ ഇതെന്താണ്, പക്ഷെ ഇന്ന് ആ ഒരു കിളി എന്താ അവിടെ ജീവിച്ചിരിപ്പില്ല. ആൻഡ് ഇറ്റ് ഇസ് സ്റ്റിൽ ആൻഡ് ഇറ്റ്സ് ഐസ് ആർ ഷട്ട് ഫോർ ഇറ്റ്. അതായത് സ്റ്റിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അനങ്ങാതിരിക്കുന്നതിനാണ് സ്റ്റിൽനെസ് എന്ന് പറയുന്നത്. അതിൻ്റെ കണ്ണുകൾ തുറക്കുന്നില്ല. ദാറ്റ് മീൻസ് ദാറ്റ് ക്രോ ഈസ് ഡൈഡ്. ഇറ്റ്സ് ബീക്ക് ഈസ് നോട്ട് നൗ ആക്റ്റീവ് ടു സീക്ക് ഫുഡ് ഫ്രം ദി കാസസ് ഓർ ഇറ്റ് ഇസ് നോ മോർ ടു ക്യാച്ച് ദ മൈസ് ഫ്രം ദി പോയിറ്റ്സ് ഹോം. അതായത് എന്താണ്, നമ്മളെ കിളികളെല്ലാം ബീക്ക് വെച്ചിട്ടുണ്ട്, അവരുടെ ബീക്ക് വെച്ചിട്ടുണ്ട് അവർ ഫുഡ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഫുഡ് എടുക്കാനായിട്ട് അവർ ബീക്കും ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ കാസസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഡെഡ് ബോഡീസ്, ആ ഡെഡ് ബോഡീസിനൊന്നും അതിനൊന്നും ഫുഡ് എടുക്കാനായിട്ടുള്ള ബീക്ക് അതൊന്നും ഇപ്പോൾ ഇല്ല, അല്ലെ, അത് ആ ബീക്ക് ആക്റ്റീവ് അല്ല. അതോടൊപ്പം തന്നെ പോയിച്ചിൻ്റെ വീട്ടിലെ മൈസിനൊന്നും ക്യാച്ച് ചെയ്യാനും ഈ ഒരു ക്രോ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ജീവിച്ചിരുന്ന കാലത്ത് അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ഈ പോയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ഡെഡ് ആൻഡ് ഇറ്റ് വിൽ നെവർ കം ടു സ്ട്രേ ആൻഡ് ബാസ്ക് ഇൻ ദ സൺലൈറ്റ്. അതായത് ഇനി ഒരിക്കലും അതിനൊരു തിരിച്ചു വരവ് ഉണ്ടാവില്ല എന്നുള്ളൊരു കൈൻഡ് ഓഫ് ഒരു മെസ്സേജാണ് ഇവിടെ കൺവേ ചെയ്യുന്നത്. ദ പോയറ്റ്സ് thoughts and feelings surrounding the dead crow run on, and in the third stanza, he says, if death did not come to the crow, but death had taken the soul of the crow with its destructive sharpened dart. അതായത് പറയുന്നത് എന്താണ്, ഡെത്ത് എന്താണ് ക്രോയുടെ അടുത്തേക്ക് വരുമല്ലോ, മറിച്ച് ആ ഒരു ഡെത്ത് എന്ന് പറയുന്നത് ക്രോയുടെ സോൾ എന്ന് പറഞ്ഞ ഒരു ആത്മാവിനെ എടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദ ഡെത്ത് പിയേഴ്സ് ഹിസ് ഡാർട്ട് ടു ദ ഹാർട്ട് ഓഫ് ദി ക്രോ. പിയേഴ്സ്ഡ് എന്ന് പറയുന്നത് എന്താണ്, മറ്റേ കിഴിഞ്ഞു കയറുക എന്ന് പറയുന്നതാണ് പിയേഴ്സ്ഡ് എന്നുള്ളൊരു വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പം പിയേഴ്സ് ഹിസ് ഡാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫയറിങ്, ആ ഒരു ഫയറിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസൈലിനെയാണ് ഈ ഒരു ഡാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മിസൈൽ പോലെ നമ്മുടെ ഡെത്ത് എന്ന് പറയുന്നത് നമ്മുടെ ക്രോയുടെ ഹാർട്ടിലേക്ക് കയറി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആൻഡ് though life is no more in the crow, yet the poet feels that the crow is still warm. The eyes of the crow are so open that it seems to be alive. Now the crow is dead, and death no more can impair the quality, the form and the features of the crow. Still, now its former ugliness is in it. ഇപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ ലൈറ്റ് ഒരു മീനിങ്. അതായത് ഈവൻ ദോ ദ ക്രോ ഈസ് നൗ ലൈഫ്ലെസ്, ഇപ്പോൾ അത് മരിച്ചെങ്കിൽ പോലും ഡെത്തിന് ഒരിക്കലും ഒന്നിൻ്റെയും ക്വാളിറ്റിയെയോ ഒന്നിൻ്റെയും ഫീച്ചേഴ്സിനെയോ ഒന്നിൻ്റെയും ഫോമിനെയോ ഒന്നും നശിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതായത് ഇന്നും ഈവൻ ദോ ദാറ്റ് ക്രോ ഈസ് നോട്ട് ഫിസിക്കലി അലൈവ്, ശാരീരികമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ലൈവ്ലെസ്, ആ ഒരു ലൈഫ് ഉണ്ട് എന്നല്ല, അതില്ലെങ്കിൽ പോലും ഈ ക്രോയുടെ ഫീച്ചേഴ്സും ആ ക്രോയുടെ ഇമ്പാക്റ്റും അതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പോഴും ആ ക്രോയെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വാംനെസ് കാണാം, ആ ഒരു ക്രോയുടെ കണ്ണ് തുറന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, പിന്നെ പറയുന്നത് ഈ ഒരു ക്രോയുടെ അഗ്ലിനെസ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു നമുക്കറിയാം ക്രോയെ ബേസിക്കലി നമ്മൾ കറുത്ത കാക്ക, അഗ്ലി കാക്ക എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്, അഗ്ലി ആണെന്നൊക്കെയാണ് പറയുന്നത്. സോ ആ ഒരു അഗ്ലിനെസ്, ഈവൻ ദോ ദാറ്റ് ക്രോ ഇസ് ഡൈഡ്, ആ ഒരു അഗ്ലിനെസ് ഇപ്പോഴും ആ ഒരു ബോഡിയിലും ഫേസിലും ഒക്കെ കാണാൻ സാധിക്കുന്നു എന്നാണ് പോയറ്റിയുടെ തേർഡ് സ്റ്റാൻസയിൽ പറയുന്നത്. ഓക്കെ, ആൻഡ് നൗ വി വിൽ മൂവ് ഓൺ ടു ദ ലാസ്റ്റ് സ്റ്റാൻസ, വിച്ച് ഇസ് ദ ഫോർത്ത് സ്റ്റാൻസ. ഇൻ ദിസ് സ്റ്റാൻസ ദ പോയറ്റ് മെഡിറ്റേറ്റ്സ് ആൻഡ് ആൻറ്റിസിപ്പേറ്റ്സ് ഹിസ് ഓൺ ഡെത്ത്. അപ്പം ഇവിടെയാണ് പോയറ്റ് അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് അദ്ദേഹം ഓർക്കുന്നത്. And he is meditating his death. When death will come to the poet, his eyes must shut and his soul will be exempted from earthly bondage and would fly to heaven and meet eternity. അപ്പോൾ നമുക്കറിയാം ആഫ്റ്റർ ലൈഫ് എന്ന് പറയുന്നത് മീൻസ് നമ്മൾ ആരും അനുഭവിച്ചില്ലെങ്കിൽ പോലും there is a belief like after life what is going, നമുക്ക് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അല്ലേ, ആഫ്റ്റർ ലൈഫ് നമുക്കൊക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പം എന്നാലും ബേസിക്കലി there is a thought that after death or after മീൻസ് മരണത്തിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെ ആഫ്റ്റർ ലൈഫ് എന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മളെല്ലാ ഉള്ള ഏർത്ത്ലി ബോണ്ടേജസ്, നമ്മളെല്ലാം നമ്മുടെ ഈ ലോകത്തോട് നമുക്ക് ഒരുപാട് കടപ്പാടുകളുണ്ട്, നമ്മൾ ഒരുപാട് കാരണത്താൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ ഒരു കൈൻഡ് ഓഫ് ബോണ്ടേജിനെ എല്ലാം ബ്രേക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ദിസ് ഡെത്ത് എന്ന് പറയുന്നത്, വിച്ച് ഇസ് വെരി മച്ച് ഇൻഎവിറ്റബിൾ. നമുക്ക് ഒരിക്കലും ഡെത്തിനെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. വൺ ഹൂ ഇസ് ബോൺ ആർ മെൻ ടു ഡൈ വൺ ഡേ. അപ്പം
ഇവിടെ ഈ ഒരു പോയിറ്റ് പറയുന്നത് എന്താണ്, അദ്ദേഹത്തിന് മരണശേഷം അദ്ദേഹവും കണ്ണടച്ച് കഴിയുമ്പോൾ അദ്ദേഹം ഹെവനിലെത്തും. ഹി വിൽ ഫ്ലൈ ടു ഹെവൻ. ആൻഡ് ഹെവൻ എത്തിക്കഴിയുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്, ഒരു എറ്റേണൽ ബ്ലിസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്കൊരു എറ്റേണൽ പീസ്, എറ്റേണൽ ബ്ലിസ്, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ അറ്റൈൻമെന്റ് ഒക്കെ കിട്ടുന്ന ഒരു സ്റ്റേജിലേക്ക് പുള്ളിയും കടക്കുമെന്നാണ് നമ്മുടെ ഈ ഒരു പോയിറ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്. ഹി ഈസ് ആൻറ്റിസിപ്പേറ്റിംഗ് ഓഫ് ദ സോൺ ഡെത്ത്. ഓക്കെ. ആൻഡ് ദെൻ the poet's body will remain to lie on the cold lap of earth, cold lap of mother earth. നമ്മൾ എപ്പോഴും എല്ലായിടവും കേൾക്കുന്ന ഒരു ഫ്രേസ് ആണ് the cold lap of earth എന്ന് പറയുന്നത്. അതായത് മരണത്തിന് ശേഷം ഇദ്ദേഹം നമ്മുടെ എർത്തിന്റെ ലാപ്പിൽ, ആ ഒരു കോൾഡ് ലാപ്പിലായിരിക്കും റെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കൈൻഡ് ഓഫ് ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദെൻ ദ പോയറ്റ് വുഡ് നോട്ട് ബി ഏബിൾ ടു കമ്പോസ് എ വേഴ്സ് ടു പ്ലീസ് ദ പബ്ലിക് ഇയേഴ്സ്. Here, the poet thinks that while the crow was living, the poet thought its voice to be harsh and unlucky, and so he hated the voice of the crow. ഇവിടെ പറയുന്നത് എന്താണ്, ഈ ഒരു പോയിറ്റ് പറയാണ്, മരണത്തിന് ശേഷം ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്കിനി ഒരിക്കലും ഒരു കവിതയുടെ ഒരു വരി പോലും എനിക്ക് സൃഷ്ടിക്കാൻ സാധിക്കില്ല. കാരണം ഈ ജീവിച്ചിരുന്ന കാലം അത്രയും ഞാൻ എൻ്റെ കേൾവിക്കാർക്ക് ഇമ്പമുള്ള വരികളെല്ലാം എഴുതി ഞാൻ അവരെ എല്ലാം ആസ്വദിപ്പിക്കുന്ന എനിക്ക് എൻ്റെ മരണശേഷം അതിന് സാധിക്കില്ല എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല, ഈ ഒരു ക്രോ നമുക്കറിയാം, ഒരു ക്രോ, ഈ ഒരു മരിച്ച ക്രോ ജീവിച്ചിരുന്ന സമയത്തും ഈ ക്രോ എന്ത് ചെയ്യുമായിരുന്നു, അതിൻ്റെ ദ പോയറ്റ് തോട്ട് ഇസ്, ഈ ഒരു നമ്മുടെ പോയിറ്റ് വരുന്നത് എന്താണ്, ഈ ക്രോയുടെ ശബ്ദം എന്ത് എന്തിന് കൊള്ളാം, ഇറ്റ്സ് വെരി ഹാർഷ് എന്നൊക്കെ നമ്മൾ കരുതുന്നു. പക്ഷേ അതുകൊണ്ടാണ് ഒരു പക്ഷേ ഹി ഹേറ്റഡ് ദ വോയിസ് ഓഫ് ദി ക്രോ. ഇദ്ദേഹം എപ്പോഴും ക്രോയുടെ ശബ്ദത്തിനെ വെറുത്തിരുന്നു. ബട്ട് വൈൽ ദ ക്രോ ഡൈസ്, ദ പോയറ്റ് തിങ്സ് ദാറ്റ് ഇറ്റ്സ് വോയിസ് ഹാഡ് പോർഡ് ദ വോയിസ് ഓഫ് ജോയ് ആൻഡ് ഡിലൈറ്റ്. പക്ഷെ ഇന്ന് ആ ക്രോ മരിച്ചിരിക്കുന്ന സമയത്ത് ഈ ഒരു പോയിറ്റ് മനസ്സിലാക്കുകയാണ് എന്ത് നല്ല ശബ്ദമായിരുന്നു ആ ഒരു കിളിയുടെ, എന്തോരം സന്തോഷത്തിലായിരുന്നു ആ ഒരു കിളി പാടിക്കൊണ്ടിരുന്നത്, അല്ലെ ആ ഒരു കിളി ഈ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു റിയലൈസേഷനൊക്കെ നമ്മുടെ പോയിറ്റിന് ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആൻഡ് സോ വുഡ് ഹാപ്പൻ ടു ദ വേഴ്സസ് ഓഫ് ദി പോയിറ്റ്. അറ്റ് ലാസ്റ്റ് ദ പോയിറ്റ് തിങ്സ് ഇഫ് ഹി മീറ്റ്സ് ഡെത്ത് അറ്റ് ദിസ് മൊമെന്റ് ദെൻ ഇറ്റ് വിൽ ബി ഹിസ് ലാസ്റ്റ്. അതായത് പുള്ളി പറയണം, അതുപോലെ ആയിരിക്കും ഒരുപക്ഷെ എൻ്റെ കവിതകളും ഒരു കൈൻഡ് ഓഫ് ആളുകൾക്ക് ഒരുപാട് സന്തോഷം കൊടുക്കുന്നതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈൻസ് ആയിരിക്കും. അത് മാത്രമല്ല, ഇഫ് ഐ ആം ഗോയിങ് ടു ഡൈ നൗ, ഇപ്പം ഞാൻ മരിക്കുകയാണെങ്കിൽ ഇതായിരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ അവസാനമായി കുറിച്ചിരിക്കുന്ന വരികൾ, അല്ലെ അവസാനമായി ഞാൻ എഴുതിയിരിക്കുന്ന ഒരു കൃതി എന്ന് പറയുന്നത് ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോയം എൻഡ് ചെയ്യുന്നത്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു ആദ്യം തന്നെ ദാറ്റ് ദ മെയിൻ തീം ഓഫ് ദിസ് പെർട്ടിക്കുലർ പോയം ഇസ് ദാറ്റ് ഓഫ് ലവ് ആൻഡ് ഡെത്ത്. നമുക്കറിയാം ലവ് എന്നുള്ള രീതിയിൽ പറയുന്നത് ഇറ്റ് ഇസ് ദ earthly love or the earthly affairs that we have, അല്ലെങ്കിൽ ഈ ഒരു ക്രോയുടെ കേസ് വെച്ച് പറയാം. ആൻഡ് ദ ഡെത്ത് എന്ന് പറയുമ്പോൾ അഗെയിൻ ദിസ് ക്രോ ഇസ് സിംബലൈസ്ഡ് ആസ് ഡെത്ത്. ഈ ഒരു പോയത്തിൽ ഈ ഒരു ക്രോയെ തന്നെ ഡെത്തിന്റെ ഒരു സിംബലായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ദ പോയറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദിസ് പോയം ഇസ് ഓൾസോ ആൻറ്റിസിപ്പേറ്റിംഗ് ഹിസ് ഓൺ ഡെത്ത്. ക്ലിയർ? ആൻഡ് ഇൻ ദ പോയം we can see that it can be seen as a nature poem. ഒരു മിസ്റ്റിസിസം എന്നുള്ളൊരു ഫാക്ടർ വെച്ച് നമുക്ക് ഈ ഒരു പോയത്തിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ദ പോയറ്റ്സ് കൈൻഡ് ഫീലിംഗ്, അതായത് ജീവിച്ചിരുന്ന സമയത്തൊക്കെ ഈ ഒരു ക്രോയോട് പോയറ്റിന് ഭയങ്കര ദേഷ്യവും ഇറിറ്റേഷനും ഒക്കെ ആയിരുന്നു. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ when this crow is no more, ഈ ഒരു പോയറ്റിന് ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള ഫീലിങ്സ്, കൈൻഡ് ആറ്റിറ്റ്യൂഡൊക്കെ ഈ ഒരു ക്രോയോട് തോന്നുവാണ്. ഓക്കെ. And a wild bird is really a silly matter, but poetically it is very significant as a poet succeeds to arouse his readers' sympathy towards the dead crow. നമുക്കറിയാം, അതാണ് ഒരു റൈറ്ററിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. ഒരു റൈറ്ററിന്റെ സക്സസ് ലൈസ് ഇൻ ഹൗ he is able to connect the readers, അല്ലെങ്കിൽ how he is able to connect the readers through his writings. ഈ ഒരു പോയം വായിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു ക്രോയോട്, ഈ ഒരു മരിച്ച ഒരു കാക്കയോട് നമുക്ക് വളരെ സിമ്പതി തോന്നും. അയ്യോ പാവം എന്നൊരു അവിടെയാണ് ആ ഒരു പോയിറ്റിന്റെ സക്സസ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ. ആൻഡ് ഇതിന്റെ ലാംഗ്വേജ് ഇസ് വെരി സിമ്പിൾ. ആസ് ഐ ഓൾറെഡി ടോൾഡ്, ഇദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിലെ ഡിക്ഷൻ എല്ലാം വളരെ സിമ്പിൾ ഡിക്ഷൻസ് ആണ്. അതിന് സെക്കൻഡ് സ്റ്റാൻസ് ഇറ്റ് ഇസ് ഫുൾ ഓഫ് ഇമേജറി. അതായത് ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം സെക്കൻഡ് സ്റ്റാൻസ് എന്താണ് പറയുന്നത്, ഈ ക്രോ ജീവിച്ചിരുന്ന സമയത്ത് എന്തൊക്കെ ചെയ്തു. അപ്പം അതിൻ്റെ അകത്ത് ഫുൾ ഓഫ് ഇമേജസ് ഉണ്ട്. ലൈക്ക് എന്താണ്, ഈ ഒരു കർക്കാസസ് ഡെഡ് ബോഡിയുടെ കാര്യം പറയുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ഫുഡിൻ്റെ മീൽസിൻ്റെ വേസ്റ്റ് എടുക്കാൻ ക്രോ വരുന്ന കാര്യം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ മൈസിനെ ക്യാച്ച് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ കൈൻഡ് ഓഫ് കുറേ ഇമേജസ് സെക്കൻഡ് സ്റ്റാൻസിൽ കാണാം. Then the poet gives a pen picture about the activities and the life of a crow.
Even though the poet is initially irritated, ആദ്യമൊക്കെ ഇറിറ്റേറ്റഡ് ആയിരുന്ന പോലും ലേറ്റർ ഈ ഒരു പോയിറ്റിന് ആ ഒരു ക്രോയോട് സിമ്പത്തി തോന്നുവാണ്. ആൻഡ് ഈ ഈവൻ ഫീൽ സോറി, അയ്യോ പാവം അതിപ്പോൾ മരിക്കേണ്ടായിരുന്നു എന്നൊരു ഫീൽ വരെ നമ്മുടെ പോയിറ്റിന് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. The poet incorporates the story of Bavari Jataka and shows how a crow who was once famous lost its glory in the light the Indian crow hath known to fade. സോ ഇവിടെ പറയുന്നത് എന്താണ്, ഒരിക്കൽ വളരെ ഗ്ലോറി ആയിട്ട് ഭയങ്കര ഗ്ലോറിഫുൾ ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു ക്രോ ഇന്ന് അതിന് ആ ഒരു ഗ്ലോറി നഷ്ടപ്പെട്ടു. ആ ഒരു കൈൻഡ് ഓഫ് ഒരു കാര്യമാണ് ഈ ഒരു ലൈനിൽ കാണിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ആൻഡ് റൈമിംഗ് സ്കീം എന്ന് പറഞ്ഞാൽ AABBCC ആണ് എൻ്റെ ഈ ഒരു പോയത്തിൻ്റെ റൈമിംഗ് സ്കീം. അതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ല കേൾക്കാൻ ഒരു ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ളൊരു പോയമാണിത്. കാരണം നമുക്കറിയാം എപ്പോഴും റൈമിംഗ് സ്കീമുള്ള പോയത്തിനെല്ലാം നമുക്ക് കേൾക്കാൻ ഭയങ്കര സുഖം തോന്നും. This poem is similar to that, and it's used a symbol diction and the tone for this poem. The subtle theme and the content makes the poem more indigenous and rustic in nature. So I think you have got an idea of this particular poem. To a Dead Crow, which is a very light poem, which is a very simple poem, and if you need any notes regarding this poem, you can send an email which is given in the description box. See you in yet another episode, and until then, take care all.